തമിഴ്നാട്ടിൽ ട്വിസ്റ്റുകളുടെ അയ്യര് കളിയാണ്. തമിഴ് രാഷ്ട്രീയത്തിൽ വൻ ഹിറ്റ് സമ്മാനിക്കാൻ ഇറങ്ങിയ വിജയ്ക്ക് മുൻപിൽ പുതിയ വെല്ലുവിളിയുമായി ഗവർണർ എത്തിയതാണ് വിജയുടെ പ്ലാനുകളെല്ലാം തകർത്തത്. കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ചതിനു പിന്നാലെ ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരണ അവകാശവാദം ഉന്നയിച്ച വിജയ് നാളെയോ മറ്റന്നാളോ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാമെന്ന ധാരണയിലിരിക്കുമ്പോഴാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കറുടെ വക പുതിയ വെല്ലുവിളി വന്നത്. വാക്കാൽ പോരാ, കേവല ഭൂരിപക്ഷം ഉറപ്പാക്കിയുള്ള കത്ത് നൽകണമെന്ന നിലപാടിലാണ് ഗവർണർ. കോൺഗ്രസ് പിന്തുണയ്ക്ക് പിന്നാലെ 113 MLA ഒപ്പിട്ട കത്താണ് വിജയും TVK പാർട്ടിയും നൽകിയത്. എന്നാൽ 234 അംഗ നിയമസഭയിൽ 118 എന്ന മാന്ത്രിക സംഖ്യ കടന്നാൽ മാത്രമേ ഭൂരിപക്ഷമാകുകയുള്ളൂ. അതേസമയം 118 MLA പിന്തുണയ്ക്കുന്നുവെന്ന് വ്യക്തമാക്കുന്ന കത്ത് ഹാജരാക്കണമെന്ന നിലപാടിലാണ് ഗവർണർ. അങ്ങനെയെങ്കിൽ മാത്രമേ സത്യപ്രതിജ്ഞയ്ക്ക് അനുവാദം നൽകൂ എന്നാണ് ഗവർണർ പറയുന്നത്. ഇക്കാര്യത്തിൽ ഗവർണർ നിയമോപദേശം തേടിയിട്ടുണ്ട്. അറ്റോർണി ജനറലിന്റെ ഉപദേശമാണ് തേടിയത്. 5 പേരുടെ പിന്തുണ കൂടി ഉറപ്പാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് വിജയ്. സത്യപ്രതിജ്ഞ നടത്തി മുഖ്യമന്ത്രിയായി അധികാരമേറ്റാൽ പിന്തുണയുറപ്പിക്കൽ എളുപ്പമാകുമെന്ന് കരുതിയപ്പോഴാണ് ഗവർണറുടെ വക പുതിയ വെല്ലുവിളി എത്തിയത്. MLA എത്തിയാണ് വിജയ് ഗവർണർ രാജേന്ദ്ര ആർലേക്കറുമായി കൂടിക്കാഴ്ച നടത്തി സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചത്. അരുൺ രാജ്, N ആനന്ദ്, സെങ്കോട്ടയ്യൻ, അധവ് അർച്ചുനൻ, വെങ്കിട്ടരാമൻ എന്നീ MLA വിജയ്ക്കൊപ്പം ഉണ്ടായിരുന്നത്. 234 അംഗ നിയമസഭയിൽ 108 സീറ്റുകളിലാണ് TVK വിജയിച്ചത്. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായെങ്കിലും ഭരിക്കാൻ ഇനിയും സീറ്റുകൾ വേണം. 5 സീറ്റുകളുള്ള കോൺഗ്രസ് വിജയെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചതോടെ സീറ്റുകളുടെ എണ്ണം 113ആയി. ഭരണഘടനയിൽ വിശ്വസിക്കാത്ത വർഗീയ ശക്തികൾ മുന്നണിയിലില്ലാത്തതിനാൽ TVK പിന്തുണയ്ക്കുന്നുവെന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കിയത്. DMK സഖ്യകക്ഷികളായ CPI, CPM, BCK എന്നിവരുടെ പിന്തുണയും TVK പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതോടെ 118 പകരം 119 MLA പിന്തുണയാകും. അതോടെ കേവല ഭൂരിപക്ഷം മറികടക്കാമെന്നാണ് വിജയ് കരുതിയിരിക്കുന്നത്. എന്നാൽ ഈ 6 പേരുടെ പിന്തുണ ലഭിച്ചില്ലെങ്കിൽ സർക്കാർ രൂപീകരണം വിജയ്ക്ക് വലിയ കീറാമുട്ടിയായി തുടരും.